സുഹൃത്തുക്കൾ രണ്ടു വാക്ക് പെട്ടെന്ന് പോകും. ഞാൻ രണ്ട് വീഡിയോ പെട്ടെന്ന് കാണിച്ചതാ. ഒന്നതാ പാണ്ടിക്കാട് കുഞ്ഞോനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്. രണ്ടാമത്തെ വീഡിയോ ഇതാ, ഇതും അവനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്റെ ആണ്. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ തന്നെ ഇതേപോലെ 3000 റുപ്യ വെച്ചിട്ട് എത്ര 3000 ആളുകളാ അങ്ങാണ്ട് ഒരു നറുക്കെടുപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്കത് കണ്ടപ്പോ തന്നെ ഉടായ്പാൻ തോന്നിയപ്പോ ഞാൻ നേരെ നമ്മളെ CAG ഗ്രൂപ്പിലെ ഫൈസലിന് വോയിസ് വിട്ടു. അപ്പൊ ഫൈസല് പാവം പറഞ്ഞു ഞാൻ അവന്റെ വീഡിയോ ഒന്നും കാണലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈസല് പാവം സെർച്ച് ചെയ്ത് നോക്കിയ പാടനെ എന്നോട് പറഞ്ഞു മുജീബ്ക്കത് ഉടായ്പാണത്, നമുക്ക് ഇതിന് ഒരു വീഡിയോ ഇറക്കണം, പെട്ടെന്ന് പാവപ്പെട്ട പ്രവാസികളൊക്കെ ഇതിൽ പെട്ടുപോകും എന്നിട്ട് ഫൈസലിന് ടെൻഷനായിട്ട്, ഫൈസലിന് ഒരു വശമായിട്ട് ഫൈസൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസിന് പറഞ്ഞത് നിയമവിരുദ്ധാന്ന് പറഞ്ഞു. പിന്നെ വീഡിയോ ഇറക്കാൻ പറ്റിയില്ല, മനസ്സിലായ? അങ്ങനെ ഫൈസല് കുറെ ബുദ്ധിമുട്ടി പാവും ഇതിന് സത്യസന്ധത അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പറയാനുള്ളത്, ഈ പാണ്ടിക്കാട് കുഞ്ഞോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉഡായിപ്പിൽ മാത്രം ജീവിക്കുള്ളൂ എന്ന് കച്ചകെട്ടി ഇറങ്ങിയ ആളാണ്. എന്നിട്ട് ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞോ ഇരുന്ന് പറയാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന്. എടാ പാണ്ടിക്കാട് പോത്തെ, നീ ആദ്യത്തെ വീഡിയോ ആദ്യം ഡിലീറ്റ് ചെയ്യണ്ടേ? എന്നിട്ട് എല്ലാവരും ശക്തമായിട്ട് ഷെയർ ചെയ്തവരും അത് ഡിലീറ്റ് ചെയ്യുന്നു പറയണ്ടേ? അത് ഈ പാണ്ടിക്കാട് കുഞ്ഞോ രണ്ടാമത്തെ വീഡിയോയിൽ പറയണില്ല. ഉടായിപ്പാണ് ഇതൊക്കെ. ഇവന്റെ ക്രിമിനൽ ബുദ്ധിയിൽ മനഃപൂർവ്വം കളിച്ച് ഗെയിമാണിത്. മനഃപൂർവ്വം പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കളിച്ച ഗെയിമാണിത്. 2.5 ലക്ഷം റുപ്യ എങ്ങാണ്ട് വന്നിക്കിടത്തരെ. ഇനി നാളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂല, ഈ ഞായറാഴ്ച ആണെങ്കിൽ മറ്റന്നേ പറ്റുള്ളൂ. അപ്പൊ അതിലിടക്ക് എത്ര ലക്ഷം വന്ന് വീഴും? ഇതിനൊക്കെ ഉത്തരവാദി പാണ്ടിക്കാട് കുഞ്ഞോനാണ്. പാണ്ടിക്കാട് കുഞ്ഞോ കൊടുക്കണം ഈ പാവപ്പെട്ടവരെ പൈസ. പാവപ്പെട്ട പ്രവാസികൾ വീടും കാര്യമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പൊ ഇതില് ഏരാവുന്ന നന്നായിട്ട് അറിയാം. വീടുകളൊന്നും ഇല്ലാതെ ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പൊ ഒരു 3000 പോയാലും ഒരു വീട് കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ഇതിന് ഫണ്ട് വരും എന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് നല്ല ഇത് നിയമവിരുദ്ധം അറിഞ്ഞിട്ട് കളിച്ച ഗെയിമാണ്. പാണ്ടിക്കാട് കുഞ്ഞോനിക്ക് ആരും പഠിപ്പിക്കണ്ട. വൃത്തികെട്ട ബുദ്ധി കംപ്ലീറ്റ് തലൻ്റുള്ളിയുള്ള പാണ്ടിന്റെ തൊള്ള വൃത്തഘട്ടം പാണ്ടിക്കാട് കുഞ്ഞോനാണ്. ഇവന് ജീവിതകാലത്ത് ഇവനൊന്നും ഈ പാണ്ടിക്കാട് ഈ കുഞ്ഞോനൊന്നും അധ്വാനിച്ച് തിന്നൂല. ഈ പെണ്ണുങ്ങളെയും കുട്ടികളെയും കാണിച്ച് ഈ വേണ്ടാത്ത കളകളെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുള്ളൂ. മര്യാദക്ക് സൗദിയിൽ പോയിട്ട് വരെ അവന് കള്ള ടാക്സി ഓടിച്ചിട്ടാണ്. മര്യാദക്ക് അവൻ പണിയെടുത്തിട്ടില്ല. കള്ള ടാക്സി ഓടിച്ചിട്ടാണ് ഇപ്പം പൈസ ഉണ്ടാക്കിയത്. ഇനിയിപ്പം ഏത് ബിസിനസ് ചെയ്താലും അവിടെ ഇരിക്കൊന്നുമില്ല. ഇപ്പൊ ഉഡായിപ്പിൽ ഇങ്ങനെ നടക്കുള്ളൂ. എന്നിട്ട് പഴയ വീഡിയോ ഡിലേറ്റ് ആക്കാതെ ശക്തമായിട്ട് അത് ഡിലേറ്റ് ആക്കണം, നിങ്ങളത് ഷെയർ ചെയ്തൊരു ഡിലേറ്റ് ആക്കണം, അതിലേക്ക് പൈസ ആക്കരുതെന്നൊന്നും ശക്തമായിട്ട് പറയാതെ ഇപ്പൊ രണ്ടാമതിട്ട വീഡിയോ ഷെയർ ചെയ്യുന്നു. എടാ ഇങ്ങനെയൊക്കെ ജീവിക്കണല്ലേ കൊണ്ട് നമുക്ക് കൂട്ടിക്കൊടുപ്പിന് വൈക്കൂറ പാണ്ടിക്കാട് കുഞ്ഞോനെ. ഇതൊക്കെ പറയിപ്പിക്കല്ലേ? നല്ല തണ്ടും തടിയും ഇല്ല ഭായി. നയിച്ച് തിന്നൂടെ കണക്കൊക്കെ നയിച്ച് തിന്നൂടെ. കോമാളിത്തരത്തില് പൈസ ഉണ്ടാക്കി ജീവിക്കുക, എന്നിട്ട് വളഞ്ഞ വഴി എങ്ങനെയൊക്കെ ഉണ്ട് ആ രീതിയിലൊക്കെ പൈസ ഉണ്ടാക്കാൻ നോക്കും. ജയ്